ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ സെറ്റ് ആയല്ലോ, ഒരു ഡൗട്ടും ഇല്ലല്ലോ, എല്ലാവർക്കും ക്ലിയർ അല്ലേടാ? ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഒന്നുമില്ല, ഒരു ബോഡി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെങ്കിൽ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണെങ്കിൽ അത് അതേ സ്റ്റേറ്റിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. എപ്പോൾ വരെ? അൺലെസ് കമ്പൽഡ് ബൈ എ സം എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യപ്പെടുന്നത് വരെ അതെന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ഒന്നെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ തുടർന്നു കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് എന്താണ്? അത് മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ്? മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നോക്കാം. എന്താണ് ലീനിയർ മൊമെന്റം? പി കേൾക്കട്ടെ, അറിയാവോ? ലീനിയർ മൊമെന്റ് എന്താണെന്ന് അറിയാവോ? ഒന്നുമില്ല. നിങ്ങൾ എന്താണ് ഒരു കല്ലെടുക്കുക, നിങ്ങളുടെ കയ്യിൽ വെക്കുക. എന്തേ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഒന്നുമില്ല. പകരം അത് കുറച്ച് ഹൈറ്റിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്ക് ഇട്ട് വെക്കുക. എന്തനുഭവപ്പെടുന്നു നിങ്ങൾക്ക്? ചെറിയൊരു വേദന അനുഭവപ്പെടില്ലേ? വേദന അനുഭവപ്പെടില്ല. ആദ്യം നിങ്ങൾ എന്താണ് ഒരു കല്ലെടുത്ത് കയ്യിൽ വെക്കുക. ഒരു എന്താണ് നമുക്കൊന്നും തോന്നുന്നില്ല, ജസ്റ്റ് ഒരു കയ്യിൽ ഒരു ഭാരം അനുഭവപ്പെടുകയുള്ളൂ, ഈ കല്ലിൻ്റെ ഭാരം അനുഭവപ്പെടുകയുള്ളൂ. നേരെ മറിച്ച് ഈ കല്ല് എന്താണ് കുറച്ച് സം ഹൈറ്റിൽ ഞാൻ താഴോട്ട് ഇടുകയാണ്. അങ്ങനെ എന്താണ് എനിക്ക് വേദന അനുഭവപ്പെടും. ഇതാണെന്ത്? മൊമെന്റ് എന്ന് പറയുന്നത്. ഇതാണെന്ത്? മൊമെന്റ് എന്ന് പറയുന്നത്. ആദ്യം ഞാൻ എന്താണ്, എൻ്റെ കൈയാണിത്, ആദ്യം ഞാൻ എൻ്റെ കയ്യിൽ ഒരു കല്ല് വെച്ചപ്പം എനിക്കെന്താണ്, ആകെ ഇതിൽ മാസ് മാത്രമായിരുന്നുള്ളത്. ആദ്യം ഇതിൽ മാസ് മാത്രമായിരുന്നുള്ളത്. രണ്ടാമത് ഞാൻ സം ഹൈറ്റ് എന്നാണ് എൻ്റെ കയ്യിലേക്ക് എൻ്റെ കല്ലിടുന്നത്. എന്ത് കൂടി വന്നു ഇവിടെ വെലോസിറ്റിയും കൂടി വന്നു അല്ലേ? വെലോസിറ്റിയും കൂടി വന്നു. സോ എനിക്ക് അവിടെ എന്തായി? വേദന അനുഭവപ്പെട്ടു. ഇതാണെന്ത്? മോഷൻ എന്ന് പറയുന്നത്. മോഷൻ അല്ല, മൊമെന്റ് എന്ന് പറയുന്നത്. മൊമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? മോഷനിലുള്ള ഒരു ബോഡീൻ്റെ എന്താണ് ഒരു പ്രോപ്പർട്ടി ആണെന്ത്? മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. ഒരു സം ഹൈറ്റിൽ ഞാൻ എന്താക്കുകയാണ്, ഒരു വലിയൊരു വലിയൊരു വാഷിംഗ് മെഷീൻ വെച്ചു. ദെൻ ഇപ്പുറത്ത് ജസ്റ്റ് എന്താണ് ചെറിയൊരു എന്താ വെക്കുക, ജസ്റ്റ് ചെറിയൊരു സ്റ്റൂള്. ഓക്കെ, ജസ്റ്റ് ചെറിയൊരു പ്ലാസ്റ്റിക് സ്റ്റൂൾ വെച്ചു. നിങ്ങൾ താഴെ നിൽക്കുകയാണ്. നിങ്ങളോട് പറയുകയാണ് എന്ത്? ഈ വാഷിംഗ് മെഷീനും ഒരു 55 സംതിങ് വെയിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. 55 കിലോഗ്രാം മാസ് ഉണ്ട്. എൻ്റെ പ്ലാസ്റ്റിക് സ്റ്റൂളിലും വെറും എന്താണ് ഒരു 25 കിലോഗ്രാമേ മാസ് ഉള്ളൂ എന്ന് വിചാരിക്കാം. നിങ്ങളോട് പറഞ്ഞു എന്താണ്, രണ്ടും ഒരേ ടൈമിലാണ് താഴോട്ടിരുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഏകദേശം ഒരു 150 എന്താണ് മീറ്റർ ആണെന്ന് വിചാരിച്ചു. ഹൈറ്റ് 150 ഹൈറ്റിൽ നിന്നുകൊണ്ട് ഒരാൾ പറയുകയാണ് നിങ്ങളോട്, എന്ത് മകനെ, ഞാൻ എന്താണ് രണ്ട് സാധനം 55 കിലോഗ്രാം ഉള്ള ഒരു സാധനവും 25 കിലോഗ്രാം ഉള്ള ഒരു സാധനം സെയിം എന്താണ് ടൈമിലിട്ടുകൊണ്ട് സെയിം എന്താണ് സ്പീഡായിരിക്കും, രണ്ടിനും സെയിം സ്പീഡായിരിക്കും. നിനക്ക് ഇഷ്ടമുള്ളത് പിടിച്ചോളാൻ പറയും. നിങ്ങൾ എന്താണ് പോയി പിടിക്കുക? വാഷിംഗ് മെഷീൻ ആണോ? അല്ല, ഒബ്വിയസ് ആയിട്ട് നിങ്ങൾ സ്റ്റൂളായിരിക്കും. പ്ലാസ്റ്റിക്കിൻ്റെ 25 കിലോഗ്രാമുള്ള മാസ് കുറഞ്ഞ ആളെ ആയിരിക്കും എന്ത് പിടിക്കാൻ നോക്കുക. കാരണം എന്താണ്, ഇതെന്താണ് നമുക്ക് പിടിക്കാൻ പറ്റില്ല അല്ലേ, നമ്മളെയും കാട്ടും ഭാരമുള്ള ആളാണ്. ഇപ്പോൾ രണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നൊരു 250 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടും 250 മീറ്റർ പെർ സെക്കൻഡിലാണ് വരുന്നത്. അങ്ങനെയാണ് നിങ്ങളോട് പറയുകയാണെന്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിടിച്ചോളാം. നിങ്ങൾ ആരും പോയിട്ട് ഒരിക്കലും വാഷിംഗ് മെഷീൻ 55 കിലോഗ്രാമുള്ള വാഷിംഗ് മെഷീൻ ഒരിക്കലും പിടിക്കാൻ നിൽക്കില്ല. പകരം എന്താണ് 25 കിലോഗ്രാമുള്ള സ്റ്റൂളേ പിടിക്കാൻ നിൽക്കുള്ളൂ അല്ലേ? എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയും, ഓ ഇതിനാണെന്ത് വെയിറ്റ് കുറവുണ്ടാവുക, അതുകൊണ്ടാണെന്ത് ഞാൻ സ്റ്റൂൾ പിടിച്ചത്. ആക്ച്വലി അതാണോ? അതല്ല, അതാണെന്ന് നമ്മുടെ മൊമെന്റ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. മൊമെന്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, മാസിന്റെയും വെലോസിറ്റിന്റെയും പ്രൊഡക്റ്റ് ആണെന്ത് മൊമെന്റ് എന്ന് പറയുന്നത്. മാസിന്റെയും വെലോസിറ്റിന്റെയും പ്രൊഡക്റ്റ് ആണെന്ത് മൊമെന്റ് എന്ന് പറയുന്നത്. Momentum P of a body is defined to be the product of
product of its mass m and velocity v. Product of mass m and velocity v and is denoted by p. p വെച്ചിട്ടാണ് നമ്മൾ ലീനിയർ മൊമെന്റം എന്താണ് റെപ്രസെന്റ് ചെയ്യുക. p is equal to mass into velocity. p is equal to mv. കാണുന്നുണ്ടോ? p is equal to ഓറഞ്ച് കളർ തന്നെ എഴുതുന്നല്ലേ. ഓക്കെ, കുറച്ച് കളറിൽ എഴുതാം. mass into velocity. p is equal to mass into velocity. Product of mass and velocity. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഈ കേസിൽ ഇവിടുത്തെ മൊമെന്റം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ. എന്താണ് മാസ്? എന്താണ് 55 ആണ് ഇൻറ്റു 250. എത്ര വരും? അതേപോലെ തന്നെ സ്റ്റൂളിൻ്റെ കേസിൽ മാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 25 ഇൻറ്റു 250. ഏതായിരിക്കും? എന്തായാലും ഇതായിരിക്കുമല്ലോ കൂടുതൽ മൊമെന്റം കാണിക്കുക. കൂടുതൽ മൊമെന്റം കാണിക്കുക ആരാണ്? ഇയാളായിരിക്കില്ലേ? ഇതെന്താണ്? ഇതിനെയും കാട്ടും കുറച്ചായിരിക്കും എന്തായാലും കാണിക്കുള്ളൂ. സോ P1 P2 എടുത്താൽ P1 ആയിരിക്കും എന്ത് ഗ്രേറ്റർ ദാൻ P2. അതുകൊണ്ടാണെന്ത് നിങ്ങൾ വാഷിംഗ് മെഷീൻ പിടിക്കാതെ ആരെ പോയി ചൂസ് ചെയ്തത്? പ്ലാസ്റ്റിക് സ്റ്റൂൾ പോയി ചൂസ് ചെയ്തത്, അല്ലാതെ മാസിൻ്റെ കൊണ്ടല്ല. ഓക്കെ, നെക്സ്റ്റ്. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ. മൊമെന്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിന് കൊടുക്കുന്ന എഫക്റ്റ് ആണെന്ത് മൊമെന്റ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് മറ്റൊരു വസ്തുവിന് കൊടുക്കുന്ന എഫക്റ്റ് ആണെന്ത് മൊമെന്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ പറയാം. നിങ്ങൾ നോക്കിക്കേ, മാസ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് കണ്ടു. നമ്മൾ നേരത്തെ രണ്ടും സെയിം സ്പീഡിൽ പോകുന്ന ആളായിരുന്നു, പക്ഷേ മാസ് വ്യത്യാസമായിരുന്നു. പക്ഷെ അന്നേരം എന്ത് കണ്ടു? മാസ് കൂടിയപ്പോൾ എന്ത് കൂടിയതായിട്ട് കണ്ടു? മൊമെന്റം കൂടിയതായിട്ട് കണ്ടു. വാഷിംഗ് മെഷീൻ്റെ മൊമെന്റ് അല്ലേ എന്തിനേക്കാൾ കൂടുതൽ? ആ പ്ലാസ്റ്റിക് സ്റ്റൂളിനേക്കാൾ കൂടുതലും. സോ മാസ് കൂടുമ്പോൾ മൊമെന്റം കൂടുന്നു നമുക്ക് മനസ്സിലായി. ഇത് നിങ്ങൾ പറഞ്ഞേ, ഒരു 200 മീറ്റർ പെർ സെക്കൻഡിൽ വരുന്ന വണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 30 മീറ്റർ പെർ സെക്കൻഡിൽ വരുന്ന വണ്ടി ആയിരിക്കുമോ ആക്സിഡൻറ്റ് പെട്ടാൽ കൂടുതൽ എന്താണ് ദയനീയ അവസ്ഥ ആർക്കായിരിക്കും? ഒബ്വിയസ് ആയിട്ടും 200 മാസമുള്ള ആൾക്കായിരിക്കും അല്ലേ? ഒബ്വിയസ് ആയിട്ട് എന്താണ് 200 മാസമുള്ള ആൾക്കായിരിക്കും. 200 മാസമുള്ള ആൾക്കാർക്കും എന്തുണ്ടാവുക? യെസ്, കൂടുതൽ അപകടം, ഇഞ്ചുറി ഏൽക്കുക അല്ലേ? കൂടുതൽ ഇഞ്ചുറി ഏൽക്കായിരിക്കും വെലോസിറ്റി കൂടിയ ആൾക്കായിരിക്കും. കാരണം എന്താണ്? യെസ്, മൊമെന്റം. ഓക്കെ, വെലോസിറ്റി കൂടുമ്പോഴും മൊമെന്റം കൂടുന്നു നമുക്ക് മനസ്സിലായി. വെലോസിറ്റി കൂടുമ്പോഴും മൊമെന്റം കൂടുന്നു മനസ്സിലായി. ഓക്കെ, നിങ്ങളുടെ ബുള്ളറ്റ് ഒരു ഫയർ ചെയ്യാണ്. സോ ബുള്ളറ്റ് എന്താണ്? കുറഞ്ഞത് കുഞ്ഞു മാസമാണ് അല്ലേ? ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ കുഞ്ഞു മാസമാണ്, എത്രയോ ചെറിയ മാസമാണ് എന്താ ബുള്ളറ്റിലുള്ള. പക്ഷെങ്കിൽ അത് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് അത്രയും വെലോസിറ്റിയിലാണ് പോകുന്നത്, എന്താ ബുള്ളറ്റ് പോകുന്നത്. സോ അതിനെന്താണ്? ഒരു വോളിനെ പോലും തുളച്ചു പോകാനുള്ള ശക്തി ഉണ്ട് അല്ലേ? സോ എന്താണ്? കുഞ്ഞു ബുള്ളറ്റാണ്, മാസ് എന്താണ് വളരെ കുറവാണ്, എന്നിരുന്നാൽ പോലും അതിന് വെലോസിറ്റി ഹൈ ആണ്. അതുകൊണ്ട് അതിനെന്താണ്? വാൾ തുളച്ചു പോകാനുള്ള കഴിവുണ്ട്. ഇതും എന്താണ്? മൊമെന്റം കൊണ്ട് തന്നെയാണ്. ഓക്കെ, സോ എന്താണ് മൊമെന്റം? മൊമെന്റം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ബോഡി മറ്റൊരു ബോഡിക്ക് കൊടുക്കുന്ന എഫക്റ്റ് ആണെന്ത് മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബോഡി മറ്റൊരു ബോഡിയിൽ ഏൽപ്പിക്കുന്ന എഫക്റ്റ് ആണെന്ത് മൊമെന്റം എന്ന് പറയുന്നത്. എന്താണ് മൊമെന്റം? മൊമെന്റം എന്ന് വെച്ചാൽ എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റ് ആണെന്ത് മൊമെന്റം പി എന്ന് പറയുന്നത്. സോ മൊമെന്റം പി ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയാം. നിങ്ങൾ നോക്കിയേ, വെലോസിറ്റി എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലേ? വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ എന്താണ്? മൊമെന്റവും എന്തായിരിക്കും? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, മൊമെന്റം ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഏത് ഡയറക്ഷനിലായിരിക്കും മൊമെന്റം ഉണ്ടാവുക? പറഞ്ഞ ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി വെലോസിറ്റി ഓഫ് ദ ബോഡി. ഓക്കെ, ബോഡിയുടെ വെലോസിറ്റി എങ്ങോട്ടാണോ സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ആരുണ്ടാവുക? മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. യൂണിറ്റ് നോക്കി, ഏതാണ് യൂണിറ്റ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണെന്ത് യൂണിറ്റ്. മാസ് എന്താണ്?
മാസ് എന്താണ്? സോറി, മാസ് എന്താണ്? യെസ്, മാസ് കിലോഗ്രാം ആണ് അല്ലേ? മാസ് എന്താണ്? കിലോഗ്രാം ആണ്. വെലോസിറ്റി എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. സോ യൂണിറ്റ് എന്തായിരിക്കും മൊമെന്റത്തിന്റെ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡയമെൻഷൻ. ഡയമെൻഷൻ എന്താണ്? യെസ്, ഡയമെൻഷൻ ഓഫ് പി ഇസ് ഈക്വൽ ടു, യെസ്, മാസിന്റെ എന്താണ്? എം അല്ലേ? മാസിന്റെ എം ആണ്. വെലോസിറ്റിൻ്റെത് എൽ ടി റേസ് ടു -1. സോ എം എൽ ടി റേസ് ടു -1 ആയിരിക്കും എന്ത്? മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ മൊമെന്റ് സെറ്റ് ആയോ? ക്ലിയർ ആയോ? എന്താണ് മൊമെന്റ് എന്ന്? മൊമെന്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, എന്താണ്? ഒരു ബോഡി മറ്റൊരു ബോഡിയിലേക്ക് ഏൽപ്പിക്കുന്ന എഫക്റ്റ് ആണ് എന്ത് മൊമെന്റ് എന്ന് പറയുന്നത്. മൊമെന്റം ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. നിങ്ങൾ എന്താണ് വലിയ കല്ലൊക്കെ എടുത്തിട്ട് സാൻഡിലേക്ക് ഇടുകയാണ്. ഓക്കെ, ഒരു മണൽക്കൂന അങ്ങനെ കൂമ്പാരാക്കി വെച്ചിട്ട് അതിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് യെസ്, ആ ഇതിലൊരു ഹോള് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ്? യെസ്, ആ ബോഡി ഗ്രേറ്റർ വെലോസിറ്റിയിൽ വന്ന് വീഴുന്ന സമയത്ത് ആ സാൻഡിലേക്ക് എഫക്റ്റ് കൊടുത്തു. അതുകൊണ്ടാണ് ആ മുട്ടയാണെങ്കിൽ ആ മുട്ടയുടെ ഷേപ്പിൽ ഒരു ഹോൾ ഉണ്ടായി വന്നത്. സോ അതെന്താണ്? മൊമെന്റ് ആണ്. ഓക്കെ, മൊമെന്റ് ആണ്. മലയാളത്തിലെ മൊമെന്റ് എന്താണ്? ആക്കം കേട്ടോ. ആക്കം എന്നാണ് മലയാളത്തിൽ പറയുക. ആക്കം. ഓക്കെ, മൊമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? മൊമെന്റം പി ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ടു ബി ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് എം ആൻഡ് വെലോസിറ്റി വി. ഓക്കെ, ഡിനോട്ടഡ് ബൈ പി വെച്ചിട്ടാണ് ലീനിയർ മൊമെന്റം ഡിനോട്ട് ചെയ്യുക. പി ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെന്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ സെയിം ഡയറക്ഷൻ ആയിരിക്കും. മൊമെന്റത്തിനെ ആരൊക്കെയാണ് മൊമെന്റ് ഡിപ്പെൻഡ് ചെയ്യുക? ആരൊക്കെയാണ്? യെസ്, മാസിനെയും വെലോസിറ്റിയെയും മൊമെന്റം ഡിപ്പെൻഡ് ചെയ്യും. മാസ് കൂടിയാലും വെലോസിറ്റി കൂടിയാലും എന്താണ്? മൊമെന്റം കൂടും. ഓക്കെ, മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആൻഡ് വെലോസിറ്റി. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. മാസ് കൂടിയാലും വെലോസിറ്റി കൂടിയാലും മൊമെന്റം കൂടും. സെറ്റാണോടാ? സെറ്റാണെങ്കിൽ നോക്കാം. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? നമ്മളൊരു ബോഡിയിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റത്തിന്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലേ? ഒരു സാധനത്തെ നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേറ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ചേഞ്ച് അല്ലേ? സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. മനസ്സിലായോ? അതാണ് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പറയുന്നത്. എന്താണ്? നമ്മൾ അപ്ലൈഡ് ഫോഴ്സ്, ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സ് എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ടേക്ക് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഫോഴ്സ് ആയിരിക്കും. ഫോഴ്സ് ഏത് ഭാഗത്തേക്കാണോ ഉള്ളത് ആ ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും ഡയറക്ഷൻ ഉണ്ടാവുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആർക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്. നോക്കൂ, എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫുള്ളായിട്ട് നമ്മൾ പറഞ്ഞു ഫോഴ്സ് എന്താണ്? യെസ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണെന്ന് പറഞ്ഞു. ഞാൻ എന്താണ് ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരാളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആരെയാണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആരെയാണ്? കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, കെ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ എന്തായി മാറും എൻ്റെ ഇക്വേഷൻ? എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി എന്നാവും. കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി എന്നാവും അല്ലേ? എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി. പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ആര്? കെ എന്ന് പറയുന്നത്. കെ ഇസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു കെ ഡി പി ബൈ ഡി ടി. കെ എന്താണ്? കെ ഈക്വൽ ടു 1 ആക്കി എടുക്കുകയാണ്.
കെ ഇസ് ഈക്വൽ ടു 1 ആക്കി എടുക്കുകയാണ്. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ എന്ത് കിട്ടും? എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു ഇതാ ഇവിടെ ഉണ്ട്, ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഓക്കെ, എന്താണ് ഞാൻ ചെയ്തത്? എന്താണ് ഫസ്റ്റ് എന്ത് ചെയ്തു? ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തു? യെസ്, പ്രപ്പോർഷണാലിറ്റി. അറിയില്ലേ ഇത്? ഫസ്റ്റ് എന്താണ്? പ്രപ്പോർഷണാലിറ്റി അല്ലേ? പ്രപ്പോർഷണാലിറ്റിനെ ഞാൻ കൊണ്ടുവന്നു. പ്രപ്പോർഷണാലിറ്റി കാരണം എഫ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി ആണ് എനിക്കറിയാം. എഫ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡി പി ബൈ ഡി അല്ല സോറി ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണെന്നറിയാം. സോ ഈ പ്രപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരെയാണ്? യെസ്, എൻ്റെ ഈക്വൽ ടു സൈൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പ്രപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈക്വൽ ടു സൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈക്വൽ ടു സൈൻ വരുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും. സോ കെ ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ പ്രപ്പോർഷണാലിറ്റി ചിഹ്നം മാറി എന്തായി? ഈക്വൽ ടു ആയി. എന്താണ്? കെന് ഒരു കോൺസ്റ്റന്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം പ്രപ്പോർഷണാലിറ്റി ചിഹ്നം മാറി കെ ആയിട്ട് മാറി. സോ എഫ് ഇസ് ഈക്വൽ ടു കെ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടി. ഞാൻ എന്താക്കാണ്? ഫോർ സിംപ്ലിസിറ്റി വി ചൂസ് കെ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടും ഈ ഇക്വേഷനെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ്? കേക്ക് എന്താണ്? യെസ്, 1 കൊടുക്കുകയാണ്. കേക്ക് എന്താണ്? 1 കൊടുക്കുകയാണ്. അങ്ങനെയാണ് എന്ത് കിട്ടും എനിക്ക്? ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടി. കേക്ക് 1 കൊടുക്കുന്ന സമയത്ത് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടി. ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് കിട്ടി. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് കിട്ടി. മനസ്സിലായോ? ഇത്രയും ന്യൂട്ടൺസ് ലോ പറയുന്നുള്ളൂ. എന്താണ്? അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ആർക്ക്? യെസ്, എൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും എൻ്റെ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് എന്ത് പറയുന്നുള്ളൂ? ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നുള്ളൂ. നെക്സ്റ്റ് നോക്കിയാൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. 2 മാർക്കിന് ചോദിക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ 1 മാർക്കിനൊക്കെ നിങ്ങളോട് ചോദിക്കാം. പ്രോബ്ലംസിന് എന്തായാലും വേണ്ട ആളാണ്. ഓക്കെ, എന്തായാലും വേണ്ട ആളാണ്. നോക്കാം. എന്താണ്? ഡെറിവേഷൻ ഓഫ് ഇക്വേഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഇക്വേഷൻ ഓഫ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു എം എ. ചെറുപ്പം മുതലേ നമുക്കറിയാം. ഈ ഇക്വേഷൻ നമ്മളോട് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്തെടുക്കാനാണ് പറഞ്ഞത്. ഈ ഇക്വേഷൻ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമ്മളോട് ഡിറൈവ് ചെയ്തെടുക്കാനാണ് പറഞ്ഞത്. നോക്കല്ലേ? സെറ്റല്ലേ എല്ലാവരും? ഇത്രയും കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ തളരരുത് രാമൻകുട്ടി, തളരരുത്. കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചിട്ടുള്ളൂ. എന്താണ്? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ 10ാം ക്ലാസ്സിൽ ഐ തിങ്ക് എന്താണ് ന്യൂട്ടൺസിന്റെ ലോ ഒക്കെ നമ്മൾ 10ലും പഠിക്കുന്നതാണ്. സോ അതിന്റെ കുറച്ച് ഹൈ ലെവൽ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. അതും ചാപ്റ്റർ എന്താണ് തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പുറത്തേക്കൊന്നും നിങ്ങൾ എന്താണ് ക്ഷീണിക്കരുത്. ഓക്കെ, നോക്കാം. എഫ് ഇസ് ഈക്വൽ ടു എം എ. ഇതാണ് നമുക്ക് എന്ത് ചെയ്തെടുക്കേണ്ടത്? ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, നോക്കാം. നമുക്കറിയാം എന്ത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ എനിക്ക് എന്ത് കിട്ടിയും? ഫോഴ്സ് എന്ന് പറയുന്നത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണെന്ന് എനിക്ക് കിട്ടി. ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ് നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എനിക്ക് കിട്ടി. അവിടെ ഇതാ എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് എനിക്ക് കിട്ടി. സോ എന്താണ്? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. എനിക്ക് എന്തറിയാം? നോക്കൂ, ഒരു വസ്തു ഇതിൻ്റെ മാസ് എം ആണ്. ഇത് പോകുന്നത് യു വെലോസിറ്റി. ഓക്കെ, യു വെലോസിറ്റിയിൽ പോവുകയാണ്. എന്താണ്? കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്താണ്? ഇവിടെ എത്തി. മാസ് എം തന്നെയാണ്. വെലോസിറ്റി എന്തായി? വി ആയിട്ട് മാറി. വെലോസിറ്റി വി ആയി മാറി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, ഈ സ്റ്റേറ്റിലുള്ള മോഷൻ എന്തായിരിക്കും? മൊമെന്റ് എന്തായിരിക്കും? മോഷൻ അല്ല, മൊമെന്റ് എന്തായിരിക്കും? യെസ്, പി ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. സോ എം ഇൻറ്റു ഇവിടുത്തെ വെലോസിറ്റി എന്താണ്? സ്മോൾ യു ആവും. ഈ കേസിൽ എന്താവും മൊമെന്റം? ഈ കേസിൽ മൊമെന്റ് എന്തായിരിക്കും? യെസ്, സെയിം വേ മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇവിടുത്തെ വെലോസിറ്റി ആരാണ്? ക്യാപിറ്റൽ വി ആണ്, വി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേടാ, എൻ്റെ ഡെൽറ്റ പി എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം അല്ലേ? ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം അല്ലേ? അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ. നമ്മൾ 2 കേസിലെയും മൊമെന്റം കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞേ. യെസ്, എന്തായിരിക്കും? ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലേ?
ഫൈനൽ മൈനസ് എം വി മൈനസ് എം യു വരും അല്ലേ, എം വി മൈനസ് എം യു കിട്ടും. ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഇനി എന്താണ്, എം എന്താണ്, രണ്ടിലും കോമൺ ആണ്. സോ ഞാൻ എന്താണ് എമ്മിന് ജസ്റ്റ് പുറത്തെടുത്തിട്ട് വി മൈനസ് യു എന്ന് എഴുതാണ്. കോമൺ ഉള്ള ആളെ പുറത്തെടുത്തിട്ട് വി മൈനസ് യു എന്ന് എഴുതി. എനിക്കിപ്പോൾ കിട്ടി ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എന്താണ് വി മൈനസ് യു എന്ന് കിട്ടി. നോക്കിക്കേ, വി മൈനസ് യു എന്താണ് വി മൈനസ് യു? യെസ്, അതെന്താണ്, അതൊരു ചേഞ്ച് ആണ്. ആര് ചേഞ്ച് ആണത്? യെസ്, വെലോസിറ്റികളുടെ ചേഞ്ച് ആണ് അല്ലേ, വെലോസിറ്റികളുടെ ചേഞ്ച് ആണ്. സോ എനിക്ക് ഡെൽറ്റ വി എന്ന് എഴുതി കൂടെ. വി മൈനസ് യു എന്താണ്, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, അതും എന്താണ് ഒരു ചേഞ്ച് ആണ്. സോ ഞാൻ എന്താണ് ഡെൽറ്റ വി എന്ന് എഴുതി. എനിക്ക് എന്ത് കിട്ടി? യെസ്, ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എം ഡെൽറ്റ വി എന്ന് കിട്ടി അല്ലേ. ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എം ഡെൽറ്റ വി എന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുമില്ല, മനസ്സിലാവാൻ മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് എനിക്ക് എന്താണ് എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് കിട്ടുന്നത്. ഏതിൽ നിന്ന്? സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്ന് വേണം എനിക്കത് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ വേണം എനിക്കത് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്താണ്, എൻ്റെ അടുത്തൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്. എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. സം ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് ഇതിലേക്ക്. എന്താണ്, യെസ്, എന്താണ് മൂവ് ചെയ്യും. എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും അതിൻ്റെ വെലോസിറ്റിയും മാറും. ഓക്കെ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്താണ് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും നമ്മൾ പഠിച്ചു. സോ വെലോസിറ്റി മാറി എന്താണ് വി വെലോസിറ്റിയിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ എൻ്റെ അവിടുത്തെ ഫോഴ്സ്, ഈ കേസിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് മൊമെൻ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് അല്ല. മൊമെൻ്റ് എന്ന് പറയുന്നത് മാസിൻ്റെ സ്മോൾ യു ആയിരിക്കും. ഈ കേസിലുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മാസിൻ്റെ ക്യാപിറ്റൽ വി ആയിരിക്കും. എനിക്കറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്രകാരം എന്താണ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണെന്ന് എനിക്കറിയാം. എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ പി എന്താണ്, ചേഞ്ച് ഇൻ മൊമെന്റ് ആണ് അല്ലേ. ഡെൽറ്റ പി എന്താണ്, ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. ഇവിടെ എന്താണ്, എനിക്ക് രണ്ട് മൊമെന്റും കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് മൊമെന്റത്തിൽ നിന്ന് എനിക്ക് ചേഞ്ച് ഇൻ മൊമെന്റും കണ്ടുപിടിച്ചൂടെ? എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റ്? യെസ്, ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ഞാൻ ചെയ്തു. എന്ത് കിട്ടി എനിക്ക്? ഫൈനൽ മൈനസ് ഇനീഷ്യൽ മൊമെന്റ് ചെയ്തു. എം വി മൈനസ് എം യു കിട്ടി. രണ്ടിലെന്താണ് എം കോമൺ ആണ്. സോ ഞാൻ എമ്മിനെ പുറത്ത് കോമൺ ആക്കി എഴുതി. ശേഷം വി മൈനസ് യുവിനെ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ അടച്ചു. നെക്സ്റ്റ് എന്താണ് വി മൈനസ് യു എന്താണ്, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. സോ എന്താണ്, അതും എന്താണ് ഒരു ചേഞ്ച് ആണ് അല്ലേ, സോ എനിക്കതിനെ എങ്ങനെ വിളിക്കാം? ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിയുടെ ചേഞ്ച് ആണ്. സോ അതിനെ എനിക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് വിളിക്കാം. ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടി. സോ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എം ഡെൽറ്റ വി എന്ന് എഴുതി. ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എം ഡെൽറ്റ വി എന്ന് എഴുതി. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും എന്താണ് ബാക്ക് അടിച്ചിട്ട് കണ്ടുനോക്കണം. ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയി തന്നെ പോകണം. നെക്സ്റ്റ് എന്താണ്, ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇതിന് ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, ഞാൻ ഈ ഡെൽറ്റ പിയിൽ ഞാൻ ഈ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് പുട്ട് ചെയ്യാണ്. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ ഞാൻ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് പോയി പുട്ട് ചെയ്യാണ്. സോ എനിക്ക് എന്ത് കിട്ടും? എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പിക്ക് പകരം എന്ത് കൊടുക്കുകയാണ് ഞാൻ? യെസ്, എം ഡെൽറ്റ വി കൊടുക്കുകയാണെന്ന് നോക്കിയേ. എം ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ആരാണുള്ളത്? യെസ്, ഡെൽറ്റ ടി അല്ലേ. ഡെൽറ്റ ടി നോക്കിക്കേടാ നിങ്ങൾ, ഇയാൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. എന്താണ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. എന്താണ് പറഞ്ഞേ. മോഷൻ ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള മറന്നു പോവരുത്. ഞങ്ങൾ ആദ്യം എടുക്കുമ്പോൾ പറഞ്ഞിട്ട് മെക്കാനിക്സിന്റെ ഏറ്റവും ബേസിക് ചാപ്റ്റർ ആണെന്ന് മോഷൻ ഇൻ ഈ സ്ട്രെയിറ്റ് ലൈൻ. എന്തായാലും ഇതൊക്കെ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് അത് പോയി പഠിക്കണം ആദ്യം. ഓക്കെ, അത് പോയി പഠിച്ചാൽ ഇതിൽ പറയുന്ന ടേംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേഗം കത്തുള്ളൂ. ഓക്കെ, ബൾബ് വേഗം കത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് എന്ത് പഠിക്കണം? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ നിങ്ങൾ എന്താണ് ബേസ് ആണ്, അടിത്തറയാണ്. ഇല്ലെങ്കിൽ എന്താണ് കൊളാപ്സ് ചെയ്യും മൊത്തമായിട്ട്. സോ ഫസ്റ്റ് പോയിട്ട് നിങ്ങൾ ആ വീഡിയോ കാണാം, ഫുൾ എടുത്ത് കാണുക. ഓക്കെ, നോക്കൂ, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. നമുക്കറിയാം എന്താണത്? അത് ആക്സിലറേഷൻ ആണെന്ന് എനിക്കറിയാം അല്ലേ. ആക്സിലറേഷൻ ആണ്. ഡെൽറ്റ വി ബൈ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം എന്താണ്? ആക്സിലറേഷൻ ആണ് എനിക്കറിയാം. സോ എഫ് ഇസ് ഈക്വൽ ടു എം ആക്സിലറേഷൻ എഴുതാം. എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിക്ക് പകരം എന്ത് എഴുതി? എഫ് ഇസ് ഈക്വൽ ടു എം എ. എഫ് ഇസ് ഈക്വൽ ടു എം എ. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു എം എ. ഓക്കെ,
F is equal to important ആണ് 2 മാർക്ക് എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്നതാണ്. ഒന്നുമില്ല, പഠിക്കാൻ ഒന്നുമില്ല. ഒന്ന് എന്താണ്, ജസ്റ്റ് 2 ബോഡി എന്താണ് മൂവ് ചെയ്യാണ്, ജസ്റ്റ് ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്താണ് യു എന്നുള്ള ഇനീഷ്യൽ വെലോസിറ്റി മാറി വി ആയിട്ട് മാറി. എനിക്കറിയാം എന്ത്, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്രകാരം ഫോഴ്സ് എന്താണ്, ഫോഴ്സ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെന്റ് ആണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെന്റ് ആണ്. സോ എന്താണ് യെസ്, എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ പി എന്ന് വെച്ചാൽ എന്താണ്, റേറ്റ് എന്താണ്, ഡിഫറൻസ് ആണ് അല്ലേ, ഫൈനൽ മൂവ്മെന്റ് മൈനസ് ഇനീഷ്യൽ മൂവ്മെന്റ് ആണ്. സോ എം വി മൈനസ് എം സ്മോൾ ലെറ്റർ യു. എം കോമൺ ആയതുകൊണ്ട് ഞാൻ എന്താക്കി, എമ്മിനെ മാത്രം പുറത്തെടുത്ത് എഴുതി, എന്നിട്ട് വി മൈനസ് യു എഴുതി. വി മൈനസ് യു എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി എന്ന് എഴുതി. പക്ഷെ എന്താണ്, ഈ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എം ഡെൽറ്റ വി എന്നുള്ള ഇക്വേഷൻ ഞാൻ കൊണ്ടുപോയിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ എഫ് ഇസ് ഈക്വൽ ടു എം ഡെൽറ്റ പിക്ക് പകരം എന്ത് കിട്ടും, ഈ എം ഡെൽറ്റ വി ഞാൻ പുട്ട് ചെയ്തു, എം ഡെൽറ്റ വി പുട്ട് ചെയ്തു. സോ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് വെച്ചാൽ എനിക്കറിയാം എന്ത്, ആക്സിലറേഷൻ ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്താണ്, ആക്സിലറേഷൻ ആണ് എനിക്കറിയാം. സോ അവസാനം എഫ് ഇസ് ഈക്വൽ ടു എം എ. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ ഞാൻ അങ്ങനെ ഡിറൈവ് ചെയ്തെടുത്തു. ഇങ്ങനെയാണ് എന്ത്, ഫോഴ്സിന്റെ ഇക്വേഷൻ സെക്കൻഡ് ലോ ഓഫ് മോഷൻ യൂസ് ചെയ്ത് നമ്മൾ കാണാം. മനസ്സിലാണോ, സെറ്റാണോ, ക്ലിയർ അല്ലേടാ? ഓക്കെ, ഇമ്പോർട്ടൻറ്റ് അബൌട്ട് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഒന്നുമില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഞങ്ങൾ പോയിന്റ് വൈസ് കൊടുത്തിട്ടേ ഉള്ളൂ. എന്നാൽ നോക്കാം, സെക്കൻഡ് ലോ ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോ ആയിട്ട് സെക്കൻഡ് ലോയ്ക്ക് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. സെക്കൻഡ് ലോയ്ക്ക് എന്താണ്, ഫസ്റ്റ് ലോ ആയിട്ട് ബന്ധമുണ്ട് അത്രേ. നോക്കാം, ഫ്രം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പ്രകാരം എനിക്ക് എന്തായാലും എഫ് ഇസ് ഈക്വൽ ടു എം എ ആണെന്ന് എനിക്കറിയാം അല്ലേ. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പ്രകാരം എഫ് ഇസ് ഈക്വൽ ടു എം എ ആണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ എൻ്റെ ഫോഴ്സ് 0 ആണ്, ഒരു ബോഡി റെസ്റ്റിലുള്ള കേസാണെന്ന് വിചാരിച്ചു. അവിടെ എന്താണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല. സോ എൻ്റെ ഫോഴ്സ് എന്തായിരിക്കും, 0 ആണ്. ഫോഴ്സ് 0 ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് അല്ലേ. എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. സോ ഫോഴ്സ് 0 ആണ്. സോ 0 ഇസ് ഈക്വൽ ടു എം എ എന്ന് വരും. ദാറ്റ് ഈസ് എം എ ഇസ് ഈക്വൽ ടു 0. മാസ് എന്തായാലും 0 ആവോ, ഒരു ബോഡിയുടെ മാസ് 0 ആവോ എപ്പോഴെങ്കിലും മാസ് 0 ആവോ? ഇല്ല. സോ മാസ് ഒരിക്കലും 0 ആവില്ല. അങ്ങനെ നോക്കുമ്പോൾ ആക്സിലറേഷൻ ആയിരിക്കും എന്ത്, ഈക്വൽ ടു 0 ആവുക. നമ്മൾ ഇത് തന്നെയല്ലേടാ അവിടെയും പഠിച്ചത്, ഫസ്റ്റ് ലോയിൽ പഠിച്ചത് തന്നെയല്ലേ. എന്താണ്, ഫോഴ്സ് ഇല്ലെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവില്ല. പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ലോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൂഫ് വേണമെങ്കിൽ കാണിച്ചു തരാം. എവിടെ പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ഇനേർഷ്യ. നോക്കൂ എന്താണ് പറഞ്ഞത്, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് 0, ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് 0. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയിൽ പഠിച്ചിട്ടുണ്ട് എന്താ, എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഓൾസോ 0. ഇതല്ലേ ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തെടുത്തത്, എവിടെ പോയി, ഇതല്ലേ നമ്മളിപ്പം പ്രൂവ് ചെയ്തെടുത്തത്. എഫ് 0 ആകണമെങ്കിൽ ആക്സിലറേഷനും 0 ആയിരിക്കും. 0 ആക്സിലറേഷൻ implies that state of rest or uniform linear motion. That is, when there is no external force, the body will remain in its state of rest or uniform motion in a straight line. This is Newton's first law. ഇതല്ലേ ഫസ്റ്റ് ലോ. എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ? ഒന്നുമില്ല, ഇത്രയാണുള്ളത്. നെക്സ്റ്റ് എന്താണ്, ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ വി ക്യാൻ റൈറ്റ്. ഒരു കുറേ സിസ്റ്റം, ഇതെന്താണ്, കുറേ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഓരോന്നിൻ്റെ എന്താണ്, ഇതൊരു സിസ്റ്റമാണ്. ഓക്കെ, ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് എന്താണ്, എഫ് നെറ്റ് എന്ന് വിളിക്കുകയാണ്. ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് നെറ്റ് ആണ്. സോ ഇസ് ഈക്വൽ ടു എം എന്ന് വരും. ടോട്ടൽ ഫോഴ്സ് എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു എം എന്ന് വരും. എഫ് നെറ്റ് എന്താണ് പറയുന്നത്, റിഫേഴ്സ് ടു ദ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, ഇതിൽ കൊടുക്കുന്ന ടോട്ടൽ, എല്ലാത്തിനും കൂടി കൊടുക്കുന്ന ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സിനെയാണ് ഞാൻ എഫ് നെറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, ഓൺ ദ സിസ്റ്റം, ആൻഡ് എ റിഫേഴ്സ് ടു ദ ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം. എ എന്താണ്, ഈ ഹോൾ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ ആണെന്ത് ഈ എ എന്ന് ഉദ്ദേശിക്കുന്നത്. എഫ് നെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, യെസ്, ഈ ഹോൾ സിസ്റ്റത്തിലേക്ക് ഞാൻ കൊടുക്കുന്ന
ഫോഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചത് നിങ്ങൾ? NCERT ടെസ്റ്റിലുള്ള പ്രോബ്ലം തന്നെയാണിത്. എന്താണ്? an astronaut accidentally gets separated out of his small spaceship accelerating in interstellar space at a constant rate of 100 meter per second square. What is the acceleration of the astronaut the instant after he is outside the spaceship? Assume that there are no nearby stars to exert gravitational force on him. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് പറഞ്ഞത്? യെസ്, ഒരാൾ എന്താണ് സ്പേസ്ഷിപ്പാണിത്, സ്പേസ്ഷിപ്പാണ്. ഓക്കെ, ഒരാൾ എന്താണ് ഇങ്ങനെ ബഹിരാകാശത്തുകൂടി ഓക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ സ്പേസ്ഷിപ്പിൽ നിന്ന് എന്താണ് പുറത്തേക്ക് വീണു, പെട്ടെന്ന് പുറത്തേക്ക് വീണ്. പിന്നെ എന്താണ് പറയുന്നത്? ആക്സിലറേറ്റിംഗ് at a constant rate of 100 meter per second square. ആക്സിലറേഷൻ എന്താണ്? 100 meter per second square ആണ്. കോൺസ്റ്റന്റ് ആക്സിലറേഷനിലാണ് പോകുന്നത്. വാട്ട് ഈസ് ദി ആക്സിലറേഷൻ ഓഫ് ദി ആസ്ട്രോണറ്റ് ഇൻസ്റ്റന്റ് ആഫ്റ്റർ ഹി ഈസ് ഔട്ട് ദ സ്പേസ്ഷിപ്പ്? എന്തായിരിക്കും ഇയാൾ വീണ ആ ഇൻസ്റ്റന്റിലുള്ള എന്തായിരിക്കും ആക്സിലറേഷൻ എന്നാണ് ചോദിച്ചത്. ഇയാൾ പുറത്തേക്ക് വീണ ആ ഇൻസ്റ്റന്റിലുള്ള ആക്സിലറേഷൻ എന്താണെന്ന് ചോദിച്ചത്. പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താണ്? നിയർ ബൈ സ്റ്റാർസ് എക്സേർട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? എന്താണ്? അടുത്തുള്ള സ്റ്റാർസ് ഒന്നും എന്താണ് യാതൊരു തരത്തിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇയാളുടെ മേലേക്ക് ആക്ട് ചെയ്യുന്നില്ല എന്ന്. സോ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? എന്താണ് ഫോഴ്സ് ഇല്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ല അവിടെ. പിന്നെന്താണ് ഈ സ്പേസ് ഷിപ്പിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? അതും എന്തായിരിക്കും? വളരെ കുഞ്ഞായിരിക്കും, വളരെ കുഞ്ഞ്. സോ അതുവരെ നമുക്ക് എന്താണ് നെഗ്ലിജിബിൾ ചെയ്യാം. സ്മോൾ സ്പേസ് ഷിപ്പിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ് നമുക്ക് എന്താ ചെയ്യാം? നെഗ്ലിജിബിൾ. ഓക്കെ, നെഗ്ലിജിബിൾ ചെയ്യാൻ പറ്റും. വളരെ കുഞ്ഞായിരിക്കും എന്താ അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവുക. സോ അതിനെ നമുക്ക് എന്താണ് നെഗ്ലിജിബിൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്തായിരിക്കും ഫോഴ്സ് എന്ന്? സോ ഇതിലേക്ക് എന്താണ് ഇയാളുടെ മേത്തേക്ക് വേറെ യാതൊരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. സോ ഇവിടുത്തെ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആണെന്ന് പറയാൻ പറ്റും. വേറെ ഒരാളും എന്താണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നില്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇല്ല. ഇയാളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് നെഗ്ലിജിബിൾ ചെയ്യാനും പറ്റും. സോ യാതൊരു തരത്തിലുള്ള ഫോഴ്സും എന്താണ് ഇവിടെ ആക്ട് ചെയ്യുന്നില്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഇയാളുടെ മാത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരിക്കും. നിങ്ങൾ പറഞ്ഞേടാ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പ്രകാരം ഫോഴ്സ് ഇല്ലെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവോ? പറഞ്ഞേ, ഫോഴ്സ് ഇല്ലെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവോ? ഇല്ല. നമുക്കറിയാലേ എന്തുണ്ടാവില്ല? ആക്സിലറേഷൻ ഉണ്ടാവില്ല. സോ ആക്സിലറേഷൻ 0 ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്താണ് ആക്സിലറേഷൻ? എന്തായിരിക്കും ഇയാളുടെ മേത്ത് അനുഭവപ്പെടുന്നത്? എപ്പം അനുഭവപ്പെടുന്നത്? ഇൻസ്റ്റന്റ് ആഫ്റ്റർ ഹി ഈസ് ഔട്ട്സൈഡ്. അയാൾ ഔട്ട്സൈഡ് എത്തിയ ആ ഇൻസ്റ്റന്റിൽ ഇയാളുടെ മേത്ത് ആക്ട് ചെയ്യപ്പെടുന്ന ആക്സിലറേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? യാതൊരു തരത്തിലുള്ള ഫോഴ്സും ഇല്ല അവിടെ. സോ എന്താണ്? ഫോഴ്സ് ഇല്ലെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല. സോ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ ബുള്ളറ്റ് ഓഫ് മാസ് 0.04 kilogram മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 19 meter per second enters a heavy wooden block and is stopped after a distance of 16 centimeter. What is the average resistive force exerted by the block on the bullet? Resistive force എന്ന് വെച്ചാൽ എന്താണ്? അതിന് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, റിട്ടാർഡേഷൻ. ഓക്കെ, ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ചോദ്യം എന്താണ്? എ ബുള്ളറ്റ് ഓഫ് മാസ് 0.04 kilogram മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 90 meter per second enters a heavy wooden block and is stopped after a distance of 16 centimeter. What is the average resistive force എന്നാണ് ചോദിച്ചത്. ഫോഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, എന്താണ് ഒരു ബുള്ളറ്റ് എന്താണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്? 0.04 kilogram ആണ്. എന്താണ്? മൂവ് ചെയ്യാണ്. എത്ര? സ്പീഡ് ഓഫ് 90 meter per second ഈ ബുള്ളറ്റ് എന്താണ് മൂവ് ചെയ്യാണ്. എൻറ്റേഴ്സ് എ ഹെവി വുഡൻ ബ്ലോക്ക്. ഒരു
ഒരു വുഡൻ ബ്ലോക്ക് ആണ്. ഈ വുഡൻ ബ്ലോക്കിലേക്ക് എൻ്റെ ബുള്ളറ്റ് വന്ന് എൻ്റർ ചെയ്തിട്ട് സ്റ്റോപ്പായി എന്ന് പറയുമ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? സ്പീഡ് എന്തായിരിക്കും എടാ? യെസ്, സ്പീഡ് എന്തായിരിക്കും? യെസ്, പറഞ്ഞ സ്പീഡ് എന്തായിരിക്കും അറിയാലേ? എന്താണ്? v is equal to 0 ആയിരിക്കും. ആഫ്റ്റർ എ ഡിസ്റ്റൻസ് of 16 സെന്റിമീറ്റർ. ഡിസ്റ്റൻസ് എത്രയാണ്? 16 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് മാറ്റണം. സോ 16 × 10⁻² മീറ്റർ ഓർ 0.6 മീറ്റർ. ഓക്കെ, 0.6 മീറ്റർ. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതി, മാസ് എഴുതി, എന്താണ് u is equal to 19 m/s എഴുതി. ആഫ്റ്റർ സ്റ്റോപ്പ് എത്രയാണ്? v is equal to 0 ആയിരിക്കും. ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 16 സെന്റിമീറ്റർ ആണ്, അഥവാ 0.6 മീറ്റർ ആണ്. ഓക്കെ, എന്താണ് നമ്മൾ കാണേണ്ടത്? റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് കാണേണ്ടത്. ഫോഴ്സ് is equal to എന്താണ്? ma ആണെന്ന് എനിക്കറിയാം. ഫോഴ്സ് is equal to എന്താണ്? ma ആണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് എന്ത്? ഫോഴ്സ് എന്ന് പറയാം. മാസ് എനിക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, മാസ് എനിക്ക് ഇവിടെ അറിയാം. പക്ഷേ ആക്സിലറേഷൻ ഉണ്ടോ ഇവിടെ? ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല, ആക്സിലറേഷൻ ഇവിടെ ഇല്ല. നമുക്ക് തന്നിട്ടില്ല ആക്സിലറേഷൻ. സോ നമുക്ക് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ആക്സിലറേഷൻ. ഓക്കെ, എങ്ങനെയാണ് ആക്സിലറേഷൻ കാണുക? നോക്കിക്കേ, എങ്ങനെയാണ് കാണുക? v² is equal to u² plus 2as. ഓർമ്മയുണ്ടോ? v² is equal to u² plus 2as. കൈനമാറ്റിക് ഇക്വേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഫുൾ എന്താണ്? മോഷന് സ്ട്രെയിറ്റിന്റെ ബേസ് ആണ് വരുന്നത്. അതറിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഫോഴ്സൊക്കെ ഇവിടെ കണ്ടുപിടിക്കാനുള്ളതായിരിക്കും. പക്ഷേങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതൊക്കെ? സ്ട്രെയിറ്റ് ലൈനിലുള്ള കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്. എന്ത്? സ്ട്രെയിറ്റ് ലൈൻ കാണാത്തവർക്ക് ചാപ്റ്റർ ഫുള്ളായിട്ട് അങ്ങോട്ട് ദഹിക്കണമെന്നില്ല. ചാപ്റ്റർ ദഹിച്ചാലും കാര്യങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, സോ v² is equal to u² plus 2as എന്ന് പറയുന്ന ഒരാൾ എന്നാൽ ഈ ഇക്വേഷൻ മോഷൻ്റെ സ്ട്രെയിറ്റ് ലൈൻ പഠിച്ചിട്ടാക്കി കിട്ടുള്ളൂ. ഓക്കെ, നോക്കാം. ഇനി 0 അല്ലേ? ഞാൻ എന്താണ് ഈ വീനെ ഞാൻ എന്താക്കാണ്? യുവിനെ വീടെ അടുത്തേക്ക് എടുക്കുകയാണ്. സോ v² minus u² equal to 2as എന്ന് എനിക്ക് കിട്ടും. കിട്ടില്ലേ? ഒന്നും കൂടി എഴുതാം, കാരണം v² is equal to u² plus 2as അല്ലേ? എന്താണ് u²? ഞാൻ എന്താണ് വീടെ അടുത്തേക്ക് എടുത്തു. സോ v² minus u² is equal to 2as എന്ന് കിട്ടി. ഓക്കെ, എന്താണ് v എന്തായിരുന്നു? യെസ്, v എന്തായിരുന്നു? v എന്താണ്? 0 ആണ്. v അല്ലേ? v എന്താണ്? 0 ആണ്. കാരണം സ്റ്റോപ്പ് ആവാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഫൈനൽ വെലോസിറ്റി 0 ആണെന്ന് മനസ്സിലാവും. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി 19 m/s ആണെന്ന് അറിയാം. സോ നമ്മൾ പോയിട്ട് വിക്ക് പകരം 0² minus 19² is equal to 2 into ആക്സിലറേഷൻ നമുക്കറിയില്ല. എത്രയായിരുന്നു? ഡിസ്റ്റൻസ് എത്രയായിരുന്നു പറഞ്ഞത്? യെസ്, 0.6 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. സോ 0.6. സോ 0² minus 19² എത്രയാണ്? -19² ഈക്വൽ ടു 2 into a into 0.6. ഇങ്ങോട്ട് എടുത്ത് ഏനെ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ് ഞാൻ. സോ -19² ഡിവൈഡഡ് ബൈ 2 into 0.6 is equal to a കിട്ടും. എത്രയാണ് വരിക? നോക്കൂ. a is equal to ഡിവൈഡഡ് ബൈ 0.6 into 2 എത്രയാണ്? 1.2 സംതിങ് വരും അല്ലേ? ഇത്രയാണ് ആൻസർ കിട്ടുമോ നിങ്ങൾക്ക്? 2 into 0.6 എത്ര കിട്ടുന്നുണ്ട്? നോക്കിക്കേ, നിങ്ങൾ ആൻസർ നോക്കിക്കേ, കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണടാ? യെസ്, 6750 6750 m/s². 6750 m/s² അല്ലേടാ നിങ്ങൾക്ക് കിട്ടുന്നത്? അല്ലേ? എന്താണ്? യെസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ -6750 m/s² ആണ് എന്ത് കിട്ടുന്നത്? യെസ്, നമ്മുടെ ആക്സിലറേഷൻ കിട്ടുന്നത്. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു
6750 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി എന്താണ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. F is equal to എം എ അല്ലേ. എം എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്. എം എന്താണ്? എം 0.04 ഇൻറ്റു -6750 ഈക്വൽ ടു എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്തത് എത്രയാണ്? യെസ്, F is equal to -270 ന്യൂട്ടൺ. ഓക്കെ, എന്താണ്? F is equal to -270 ന്യൂട്ടൺ എന്ന് കിട്ടി. ഓക്കെ, ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? യെസ്, റിട്ടാർഡേഷനിലാണ്. ഓക്കെ, റെസിസ്റ്റീവ് ഫോഴ്സ് ആണെന്നാണ്. റെസിസ്റ്റീവ് ഫോഴ്സ് എന്നാണ് ആ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്തതെന്ന്? F is equal to MA ആണ്, റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. മനസ്സിലായി. നെക്സ്റ്റ് എന്താണ്? F is equal to MA ആണെന്ത് നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്താണ്? ആക്സിലറേഷൻ അറിയില്ല. മാസ് അറിയെങ്കിലും ആക്സിലറേഷൻ അറിയില്ല. സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. യെസ്, പറ്റും. കാരണം നമുക്ക് V² = U² + 2AS എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എല്ലാത്തിനും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് എനെ മാത്രം ഞാൻ എന്താക്കി ഒരു സൈഡിൽ നിർത്തി. നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൊണ്ടുവന്നു. എന്താണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? -6750 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ആക്സിലറേഷൻ കിട്ടിയാൽ എന്താണ് എനിക്ക് എന്ത് എളുപ്പമാണ്? യെസ്, F is equal to MA എന്താണ് എൻ്റെ കാര്യങ്ങൾ പുട്ട് ചെയ്തു. -270 ന്യൂട്ടൺ എന്ന് കിട്ടി. ഈ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? യെസ്, എന്ത് റെസിസ്റ്റീവ് ഫോഴ്സ് എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ്, ദ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ആൻ ആക്സിലറേഷൻ ഓഫ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ 2 meter per second square on a mass of 2 kilogram is. എന്താണ് അവിടെ കാണേണ്ടത്? എന്താണ്? യെസ്, ഫോഴ്സ് ആണ് കാണേണ്ടത്. ഫോഴ്സ് ആണ് ഇവിടെയും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 2 meter per second square ആണ് ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. പിന്നെന്താണ്? മാസ് തന്നിട്ടുണ്ട്. എന്താണ്? 2 kilogram ആണ് മാസം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഫോഴ്സ് എന്തായിരിക്കും? യെസ്, വേറൊരു ഇക്വേഷൻ നോക്കണ്ട. F is equal to MA. That is 2 into 4 Newton. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലേ? F is equal to MA നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ്, എ കോൺസ്റ്റന്റ് റിഗാർഡിംഗ് ഫോഴ്സ് റിട്ടാർഡിംഗ് force of 15 Newton is applied to a body of mass 20 kilogram moves initially with a velocity of 50 meter per second. How long does it take to stop? How long എന്നാണ് ചോദിച്ചത്. How long, അതായത് ടൈം ആണ് നമുക്ക് കാണേണ്ടത്. How long ടൈം ആണ് കാണേണ്ടത്. എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് 15 ന്യൂട്ടൺ എന്താണ് അപ്ലൈഡ് ഒരു ബോഡിയിലേക്ക് നമ്മളൊരു കോൺസ്റ്റന്റ് എന്താണ് റിട്ടാർഡിംഗ് ഫോഴ്സ് 15 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്നുണ്ട്. മാസ് എത്രയാണ് ആ ബോഡിയുടെ? 20 കിലോഗ്രാം ആണ്. എന്താണ്? ഇനീഷ്യലി വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫോഴ്സ് തന്നിട്ടുണ്ട് 15 ന്യൂട്ടൺ ആണ്. അതും എന്താണ്? റിട്ടാർഡിംഗ് ഫോഴ്സിനാണ്, ഒപ്പോസിംഗ് റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. സോ മൈനസ് കൊടുക്കണം. നെക്സ്റ്റ് എന്താണ്? മാസ് എന്താണ്? മാസ് ഇസ് ഈക്വൽ ടു 20 കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. 20 കിലോഗ്രാം ആണ്. നെക്സ്റ്റ് എന്താണ്? വെലോസിറ്റി തന്നിട്ടുണ്ട് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ബോഡി ഓഫ് മാസ് മൂവ്സ് ഇനീഷ്യലി വിത്ത് എ വെലോസിറ്റി ഓഫ് u 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, പറയൂ. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അറിയാവോ? എന്താണ്? നമുക്ക് ടൈമാണ് കാണേണ്ടത്. നമ്മൾ ഇത്രയും നേരം പഠിച്ചതിന് ടൈം കണ്ടുപിടിക്കാനുള്ള ആളെയൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ നമ്മളിത് ടൈം കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. നോക്കാം. V is equal to U plus AT എന്നുള്ളൊരു ഇക്വേഷൻ നമുക്കറിയാം. V is equal to U plus AT. അതിൽ നിന്ന് നമുക്ക് V minus U by A is equal to T എന്നറിയാം. T എന്ന് കിട്ടും ഇല്ലേ? സോ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് എന്ത് നമ്മൾ ഇവിടെ ടൈം കണ്ടുപിടിക്കണത്.
അതിനെന്താണ് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് യു തന്നിട്ടുണ്ട്, v0 ആണ്. ഓക്കെ, v0 ആണ്. പിന്നെന്താണ് ആക്സിലറേഷൻ അറിയില്ല, ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അതിനാണ് ഇവിടെ ഫോഴ്സും മാസും തന്നത്. ഫോഴ്സും മാസും എന്തിനാണ്? ആ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് തന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? F=ma ആണെന്ന് എനിക്കറിയാം. F= എന്താണ്? ma ആണ്. സോ കൊടുത്തു നോക്കും 20 ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സ് എത്രയാണ്? 50 ന്യൂട്ടൺ ആണ്. സോ ഇതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പറഞ്ഞേ. 50 ന്യൂട്ടൺ = 20 a അല്ലേ? ആക്സിലറേഷൻ a ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ = ഈ 20 ഇങ്ങോട്ട് കൊണ്ടുവരൂ. 50 ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടില്ലേ? 50 ഡിവൈഡഡ് ബൈ 20 0 കിട്ടി. എന്താണ്? 5/2. ഫോഴ്സ് ആക്സിലറേഷൻ = 5/2. ഇനി നേരിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ v - u/a = t ഇതിലേക്ക് പുട്ട് ചെയ്യൂ. എന്ത് കിട്ടും? ഓക്കെ, v² = u + at അല്ലേ? അതിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതൊന്നുമില്ല. ഓക്കെ. ഈ ഇക്വേഷനിലേക്ക് നിങ്ങൾ നേരിട്ട് കൊടുക്കൂ. എന്ത് കിട്ടും നമുക്ക്? ഈ v0 ആണ്. മൈനസ് u എത്രയായിരുന്നു? എവിടെ? 15 m/s ആണ്. 15 ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ നമുക്ക് എത്ര കിട്ടി? 5/2 എന്ന് കിട്ടി. 5/2 എന്ന് കിട്ടി ആണല്ലോ. എന്താണ് പറഞ്ഞേ? നോയിക്കേടാ, ഇവിടെ ഒരു നെഗറ്റീവ് സൈനുള്ള കാര്യം ഓർത്തോ നിങ്ങൾ? ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ -15 ആണ്. -15 വരും, -15 വരും, -5/2 ആയിരിക്കും. സോ ഇവിടെ എന്താവും? എൻ്റെ -5/2 ആവും. ഓക്കെ, എനിക്ക് എങ്ങനെ എഴുതാം? ഇതിനെനിക്ക് 0 - 15 എത്രയാണ്? -15 അല്ലേ? -15 ഇൻറ്റു റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇവിടെ ഇൻറ്റു 2/-5. സോ ഈ മൈനസും എന്താവും? ക്യാൻസൽ ചെയ്ത് പോസിറ്റീവായിട്ട് മാറും. സോ 15 × 2 എത്രയാണ്? 30 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 6 സെക്കൻഡ് ആണ് എന്താണ് സ്റ്റോപ്പ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായത് എങ്ങനെയാണെന്ന്? ഒന്നുമില്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 50 ന്യൂട്ടൺ ഫോഴ്സ് ഒരു 20 കിലോഗ്രാമിലേക്ക് എന്താണ് ആക്ട് ചെയ്യാണ്. വെലോസിറ്റി 50 m/s ഇനീഷ്യൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡി എന്താണ് 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എത്ര നേരം കൊണ്ട് അതെന്താവും സ്റ്റോപ്പ് ആവാൻ എത്ര ടൈം എടുക്കുന്നതാണ് ചോദിച്ചത്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി. പക്ഷേ എങ്കിൽ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ സ്ട്രേറ്റ് ലൈനിൽ പഠിച്ചിട്ടുണ്ട്. എന്ത്? v = u + at എന്ന് നമുക്ക് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാം. v - u/a. നെക്സ്റ്റ് എന്താണ്? നേരിട്ട് ഡയറക്റ്റ് കൊടുത്തു. അത് F= ma നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. F/ma വെച്ചിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. ദെൻ എന്താണ്? ഇതിലേക്ക് നമ്മൾ ഓരോ വാല്യൂ കൊടുത്തു. v-ന്റെ വാല്യൂ കൊടുത്തു, u-ന്റെ വാല്യൂ കൊടുത്തു, a-ന്റെ വാല്യൂ കൊടുത്തു. അങ്ങനെ നമ്മൾ എന്ത് t കിട്ടി? 6 സെക്കൻഡ് കിട്ടി. അഥവാ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ എന്താണ്? നേരത്തെ എന്നോട് ഈ നെഗറ്റീവ് സൈൻ ഇടുക മറന്നു പോയ പോലെ നിങ്ങളോട് മറന്നു പോയാൽ അവസാന ആൻസറിൽ എന്ത് കിട്ടും? നിങ്ങൾക്കൊരു നെഗറ്റീവ് വാല്യൂ കിട്ടും. അന്നേരം നിങ്ങൾ ചിന്തിക്കുക എന്താണ്? ടൈം എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവുമോ എന്ന് ചിന്തിക്കുക. ഓക്കെ, ടൈം എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവുമോ എന്ന് ചിന്തിക്കുക. എന്തായിരിക്കും? ആൻസർ ഒക്കെ കറക്റ്റ് ആണ്, പക്ഷേങ്കിൽ ഒരു നെഗറ്റീവ് സൈൻ വന്നു, ഒരു മാർക്കും കിട്ടില്ല നിങ്ങൾക്ക്. ഓക്കെ, ഒരു മാർക്കും കിട്ടില്ല. കാരണം ഒരു നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് ടൈം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. സോ എന്താണ്? എക്സാം എഴുതുന്ന ആൾ എന്താണ്? അത്രയും മണ്ടനാണെന്ന് വിചാരിക്കും. ഓക്കെ, സോ എന്താണ്? നിങ്ങൾ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യുക. നെഗറ്റീവ് എവിടെയാണ്, എന്തുകൊണ്ടാണ് വന്നതെന്ന് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, സെറ്റ് അല്ലേ? നെക്സ്റ്റ് പറഞ്ഞേടാ, സിമ്പിൾ ഹംബിൾ ക്വസ്റ്റ്യൻ. ഒരു മാർക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. പറയൂ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ്സ് ദി. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്തിനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? പറഞ്ഞേ, എന്തിനാണ്? നോക്ക്, വർക്കാണോ? വർക്കല്ല. എനർജി ആണോ? എനർജി അല്ല. മൊമെന്റം ആണോ? മൊമെന്റവുമല്ല. എന്താണ്? യെസ്, നമ്മുടെ ഇനേർഷ്യനെയാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സിമ്പിൾ ആണ്. നെക്സ്റ്റ്, യെസ്, ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ
ഓഫ് മാസ് എം ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ y is equal to ut plus half ഉണ്ട് half gt square. ഫൈൻഡ് ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പാർട്ടിക്കിൾ. എന്താണ് ഒരു മോഷൻ, ഒരു മാസ് എം ഉള്ള ഒരു മാസമുള്ള ഒരു ബോഡി എന്താണ് അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് y is equal to ut plus half gt square ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫോഴ്സ് കണ്ടുപിടിക്കാനാണ്. എന്താണ്? ഇത്രയൊന്നും ഞങ്ങൾക്ക് പറ്റില്ല അല്ലേ, ഇങ്ങനൊരു കാര്യം ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ പേടിച്ച് നിൽക്കുവോ? പേടിച്ച് നിൽക്കരുത്. നമ്മൾ ധൈര്യത്തോടെ എന്തിനേയും മുന്നേറില്ലേ, നമ്മൾ ധൈര്യത്തോടെ മുന്നേറണം. ഓക്കെ, നമുക്ക് നോക്കാം. അങ്ങനെയല്ലേടാ പഠിക്കുക. നമ്മൾ നോക്കാം. തന്നിരിക്കുന്ന എന്താണ്? മാസ് എം ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമുക്ക് y is equal to ut plus half gt square ആണെന്നും തന്നിട്ടുണ്ട്. y is equal to ut plus half gt square ആണെന്നും എന്താണ് മാസ് എം ആണെന്നും മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. കാര്യം വെച്ചിട്ട് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണം. പറയും എന്താണ് മിസ്സേ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം എന്താണ്? ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താണ് മാസും ആക്സിലറേഷനും തന്നിരിക്കണം. ഇവിടെ എന്താണ് ആക്സിലറേഷനും തന്നിട്ടില്ല, വെറും മാസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായിരിക്കും നിങ്ങളുടെ ചോദ്യം അല്ലേ. പേടിക്കണ്ട. അതിനാണ് എന്താ ഇവിടെ ക്ലൂ തന്നിരിക്കുന്നത്, y. നിങ്ങൾ നോക്കിയേ, s is equal to ut plus half at square എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാടാ നിങ്ങൾ. വീണ്ടും സ്ട്രെയിറ്റ് ലൈൻ തന്നെ, എങ്ക പാത്താലും സ്ട്രെയിറ്റ് ലൈൻ. എന്താണ്? വീണ്ടും സ്ട്രെയിറ്റ് ലൈൻ തന്നെ അല്ലേ. s is equal to ut plus half at square. ഇതാണ് പറഞ്ഞത് സ്ട്രെയിറ്റ് ലൈൻ ആണ് ബേസ് എന്ന്. ഓക്കെ, s is equal to ut plus half at square. ഇത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് എന്താണ് s എന്ന് പറഞ്ഞാലും y എന്ന് പറഞ്ഞാലും സെയിം അല്ലേടാ, സെയിം അല്ലേ. കാരണം എന്താണ്? s എന്താണ്? പൊസിഷനാണ്. സോ y എന്താണ്? പൊസിഷനാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, s എന്താണ്? പൊസിഷനാണ്. സോ y എന്താണ്? പൊസിഷനാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ എന്താണ്? പൊസിഷൻ ആണെന്ന് y is equal to ut plus half gt square അല്ലേ. നിങ്ങൾ പറഞ്ഞേടാ ഈ വൈയിൽ നിന്ന് എനിക്ക് എങ്ങനെ വെലോസിറ്റി കണ്ടെത്താൻ പറ്റും? y എന്താണ്? പൊസിഷനാണ്. പൊസിഷനിൽ നിന്ന് എനിക്ക് എങ്ങനെ വെലോസിറ്റി കണ്ടെത്താൻ പറ്റും? നിങ്ങൾ പറഞ്ഞേ. നിങ്ങൾക്കറിയാം, നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്, ഡെറിവേറ്റീവ്സും ഇൻ്റഗ്രേഷനും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. സോ പറഞ്ഞ എങ്ങനെയാണ് പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റിൽ നമ്മൾ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, എന്താണ്? ഡെറിവേറ്റീവ് എടുക്കുക അല്ലേ. dy by dt എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, വെലോസിറ്റി കിട്ടും അല്ലേ. സോ നിങ്ങൾ എടുത്തു d by dt ഓഫ് y എന്താണ്? ut plus half gt square. ut plus half gt square പറഞ്ഞേ എന്താണ്? d by dt ഓഫ് ut plus d by dt ഓഫ് half gt square അല്ലേ. എന്താണ്? ഈക്വൽ ടു d by dt ഓഫ് u എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ. u കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് യുവിനെ പുറത്തേക്ക് എടുക്കാം. എടുത്തു. ബാക്കി എന്ത് കിട്ടി? dt by dt പ്ലസ് ഇവിടെ എന്താണ്? ഹാഫ് ജി ടി എന്താണ്? ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഹാഫ് ജി ടി കോൺസ്റ്റന്റ് ആണ്. സോ ഹാഫ് ജി ടി നമ്മൾ പുറത്തേക്ക് എടുത്തു. ടിയിലെ ഹാഫ് ജിയും പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താണ്? d by dt ഓഫ് ടി സ്ക്വയർ ആണ് ഉണ്ടാവുക. d by dt ഓഫ് ടി സ്ക്വയർ ആണെന്ന് ഇതാക്കുക. എന്താണ്? dt by dt എന്താണ്? dt by dt എന്താണ്? 1 അല്ലേ. dt by dt 1 ആണ്. സോ u into 1 എന്ന് കിട്ടും. dt സ്ക്വയർ ബൈ dt എന്താണ്? dt സ്ക്വയർ ബൈ dt d by dt ഓഫ് x raised to എന്താണ്? എന്താടാ? യെസ്, n x raised to n minus 1. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ d by dt ഓഫ് t raised to t സ്ക്വയർ ആണ്. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ എന്താണ്? 2t raised to 2 minus 1 ദാറ്റ് ഈസ് 2t എന്ന് കിട്ടും അല്ലേ. 2 minus 1 ആണ് 1 ആണ്. എനി നമ്പർ raised to 1 എന്താണ്? അതേ നമ്പർ തന്നെയാണ്. സോ 2t എന്ന് കിട്ടും. സോ നിങ്ങൾ നോക്കിയാൽ എന്ത് കിട്ടും? എനിക്ക് അവസാനത്തെ ആൻസർ u പ്ലസ് ഹാഫ് ജി എന്തായി? dt സ്ക്വയർ എന്ന് പറയുമ്പം 2t എന്ന് കിട്ടി. ഹാഫും 2ഉം എനിക്ക് ക്യാൻസൽ ചെയ്തു, ഇവിടെ പോയി. ഹാഫും 2ഉം പോയി. ബാക്കി എന്താണ്? പറഞ്ഞേടാ. പറ്റില്ല. നമുക്ക് ഒന്ന് ചെറുതാക്കിയാലോ. നമുക്ക് ജസ്റ്റ് ചെറുതാക്കട്ടെ.
സ്ഥലമില്ല അല്ലാതെ. ഓക്കെ ഓക്കെ ടി ടി സ്ക്വയർ എന്താണ് 2t ആണ്. എന്ത് കിട്ടും നമുക്ക്? യെസ്, dy ബൈ ഡി ടി ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി 2t ആണ്. അതിൽ ഞാൻ ഹാഫും 2ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് കിട്ടി? ഡി വി ബൈ ഡി ടി എന്താണ്? പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം എന്താണ്? യെസ്, വെലോസിറ്റിയിലെ ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ജി ടി എന്ന് കിട്ടി. ഇനി വെലോസിറ്റിയിൽ നിന്ന് ആക്സിലറേഷൻ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യും? വെലോസിറ്റിയിൽ നിന്ന് ആക്സിലറേഷൻ കിട്ടാൻ എന്ത് ചെയ്യും ഞാൻ? യെസ്, എന്ത് ചെയ്യാൻ? വീണ്ടും ഡെറിവേറ്റീവ് എടുക്കല്ലേ? ഡി വി ബൈ ഡി ടി ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ ആക്സിലറേഷൻ കിട്ടും. ഡി വി ബൈ ഡി ടി ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. സോ നിങ്ങൾ ചെയ്ത ഡി വി ബൈ ഡി ടി, വിക്ക് പകരം എന്താണ്? യെസ്, കൊടുക്കാം. എന്താണ്? യു ടി പ്ലസ് ജി ടി കൊടുക്കാം. കൊടുക്കാം. എന്ത് കിട്ടും? ഡി യു ടി ഉണ്ടാവോ? ടി ഒന്നായില്ലടാ. ടി ഉണ്ടാവോ? ടി ഇല്ല. ടി പ്ലസ് ആണത്. പ്ലസ് ഞാൻ തെറ്റിദ്ധരിച്ചു. ഇവിടെയും ടി ഉണ്ടാവില്ല. ഓക്കെ, സോ യു പ്ലസ് ആണിത്. ഓക്കെ, യു പ്ലസ് ജി ടി ആയിരിക്കും ഉണ്ടാവുക. സോ എന്താണ്? യു പ്ലസ് ജി ടി കൊടുത്തു. ദാറ്റ് ഈസ് ഡി യു ബൈ ഡി ടി പ്ലസ് എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് ജി ടി എന്ന് വരും. പറഞ്ഞേ ഡി യു പ്ലസ് ജി ടി ഈസ് ഈക്വൽ ടു എന്താണ്? ഡി യു ബൈ ഡി ടി പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ജി ടി. എന്താണ്? യു എന്താണ്? ഒരു കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എപ്പോഴും 0 ആണ്. ഇനി പറഞ്ഞു നിങ്ങൾ. സോ ഇത് 0 ആയിപ്പോയി. ബാക്കി എന്താണുള്ളത്? ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ജി ടി ബൈ ഡി ടി മാത്രമേ ഉള്ളൂ. അതായത് ജി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ പുറത്തെടുക്കാം. പുറത്തെടുക്കുന്നു. ദാറ്റ് ഈസ് ജി ഡി ടി ബൈ ഡി ടി. എന്താണ്? വീണ്ടും എന്താണ്? 1 ആയി അല്ലേ? ഡി ടി ബൈ ഡി ടി എന്താണ്? വീണ്ടും 1 ആയി. സോ ഡി വി ബൈ ഡി ടി എന്താണ്? വെലോസിറ്റി ബൈ ടൈം എന്താണ്? യെസ്, ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ജി എന്ന് കിട്ടും. എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പാർട്ടിക്കിൾ ആണ്. ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എൻ്റെ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? എം എ ആണ്. എഫ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ്? എക്ക് പകരം എന്താണ്? ജി ആണ്. സോ എ ജി. എഫ് ഇസ് ഈക്വൽ ടു എം ജി. ഇതാണ് എന്താ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സിമ്പിൾ അല്ലേ? എന്തെങ്കിലും കോംപ്ലക്സ് ഉണ്ടോ? ഒന്നുമില്ല. എന്താണ് തന്നിരിക്കുന്നത്? എന്തൊക്കെയാണ്? മാസ് എം ആണെന്ന് തന്നിട്ടുണ്ട്. എന്താണ്? ഒരു ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തറിയാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എനിക്കറിയാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡി വൈ ബൈ ഡി ടി എടുത്താൽ മതി. ഡി വൈ ബൈ ഡി ടി എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. സോ ഡി വൈ ബൈ ഡി ടി എടുത്തു. എന്താണ്? യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ്. എനിക്ക് എന്ത് കിട്ടി? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി എന്ന് കിട്ടി. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി എന്ന് കിട്ടി. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി എന്ന് കിട്ടി. ഓക്കെ, ദെൻ എന്താണ്? എനിക്ക് എന്ത് കാണണം? യെസ്, വെലോസിറ്റിയിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അതിന് വീണ്ടും വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എടുത്തു. എന്ത് കിട്ടും? എനിക്ക് ആക്സിലറേഷൻ കിട്ടും. സോ ഞാൻ എന്താക്കി? വീണ്ടും ഡി വി ബൈ ഡി ടി എടുത്തു. ഡി വി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ആണെന്ന് എനിക്കറിയാം. സോ എന്ത് കിട്ടും? ഡി ബൈ ഡി ടി ഓഫ് യു പ്ലസ് ജി ടി. അങ്ങനെ എനിക്ക് എന്ത് കിട്ടും? അവസാനം ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ജി എന്ന് കിട്ടും. എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. സോ മാസ് എന്താണ്? എം ആണ് തന്നിട്ടുണ്ട്. സോ എഫ് ഇസ് ഈക്വൽ ടു എക്ക് വരെ എന്താണ്? ജി കൊടുത്തു. എന്ത് കിട്ടി? എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്ന് കിട്ടി. എങ്ങനെയുണ്ട്?
സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡിഫിക്കൽട്ട് ഉണ്ടോ ഇതിൽ? ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ പഠിച്ചാലൊക്കെ ക്ലിയർ ആവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എ മാൻ ജമ്പിങ് ഔട്ട് ഓഫ് എ സ്ലോ മൂവിങ് ബസ് ഫോൾസ് ഫോർവേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലെ എന്താണ്, ഒരാളെന്താണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ചാടുകയാണ്. അങ്ങനെ ഫോൾസ് ഫോർവേഡ്, പുറത്തേക്ക് എന്താണ്, മുന്നോട്ടേക്ക് എന്താണ്, അയാൾ മുന്നോട്ടേക്ക് വീണു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേടാ, ദിസ് ഈസ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് അയാൾ വീഴാൻ കാരണമായത്? എന്താണ്? യെസ്, ഇനേർഷ്യ ഓഫ് മോഷൻ ആണോ, റെസ്റ്റ് ആണോ, ഡയറക്ഷൻ ആണോ? എന്താണ്? എ മാൻ ജമ്പിങ് ഔട്ട് ഓഫ് എ സ്ലോ മൂവിങ് ബസ്സാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സാണ്. സോ ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് മോഷൻ. നെക്സ്റ്റ്, വിച്ച് ന്യൂട്ടൺസ് ലോ ഗിവ്സ് ദി എബവ് കോൺസെപ്റ്റ്? ഈ ഇനേർഷ്യനെ കുറിച്ച് ഏത് ന്യൂട്ടൺസ് ലോ ആണ് തരുന്നത്? യെസ്, ഫസ്റ്റ് ന്യൂട്ടൺസ് ലോ അല്ലേ, ലോ ഓഫ് ഇനേർഷ്യ അല്ലെ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആണ് തരുന്നത്. എന്ത്? ഇനേർഷ്യനെ കുറിച്ചുള്ള സ്റ്റേറ്റ് ദി ലോ. പറഞ്ഞൂടെ എന്താണ്? എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം അല്ലെ, ലീനിയർ യൂണിഫോം മോഷൻ അൺലെസ് കമ്പൽഡ് ബൈ എൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബുക്ക് അറ്റ് റെസ്റ്റ് ഓൺ ദ ടേബിൾ? എന്തായിരിക്കും? ഒരു ബോഡി ഒരു ടേബിളിൻ്റെ മുകളിൽ, എൻ്റെ ഒരു ടേബിളാണിത്, ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ബുക്ക് കിടക്കുകയാണ്, ഓക്കെ, ഒരു ബുക്ക് കിടക്കുകയാണ്. ഈ ബുക്ക് ആക്ട് ചെയ്ത നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ബുക്കിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും നെറ്റ് ഫോഴ്സും പറഞ്ഞേ. എന്താണ്? റെസ്റ്റിലാണുള്ള ബോഡി അല്ലേ, ബോഡിയിൽ നെറ്റ് റെസ്റ്റാണ്, ബോഡി അറ്റ് റെസ്റ്റിലാണ് ബോഡി. ഒരാളും എന്താണ് ബുക്കിനെ തൊടാനോ പിടിക്കാനോ ഒന്നും നിൽക്കുന്നില്ല, ഒരു ഫോഴ്സും അതിൽ ആക്ട് ചെയ്യുന്നില്ല. ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, സോ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ബുക്ക് അറ്റ് റെസ്റ്റ് ഓൺ ദ ടേബിൾ എന്തായിരിക്കും? വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? നെറ്റ് ഫോഴ്സ് ഈസ് 0. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഏറ്റവും ഫസ്റ്റ് പോട്ടെ നമ്മൾ ടോപ്പിക്സ് ടു സ്റ്റഡിയിൽ ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ ക്ലിയർ ചെയ്തു? ഏതൊക്കെ ടോപ്പിക്സ് പഠിച്ചു? ഇൻട്രൊഡക്ഷൻ അല്ലേ, ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്നുമില്ല, എന്താണ് കൈനമാറ്റിക്സ്, ഡൈനാമിക്സ്, ഇൻട്രൊഡക്ഷൻ അതിൻ്റെ ബേസ് തന്നെ. അരിസ്റ്റോട്ടിൽ ഫാലസി പഠിച്ചില്ലേ? അരിസ്റ്റോട്ടിൽ എന്താണ് പറഞ്ഞത് ആദ്യം? യെസ്, ഒരു ബോഡിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതെന്താണ്? ഗലീലിയോ തെറ്റാണെന്ന് പ്രൂവ് ചെയ്തത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ്, ലോ ഓഫ് ഇനേർഷ്യ അല്ലേ, എന്താണ് ലോ ഓഫ് ഇനേർഷ്യ പറയുന്നത്? ഒരു ബോഡിക്ക് സ്വന്തം സ്റ്റേറ്റിൽ എന്താണ് ചേഞ്ച് വരുത്താനുള്ള കഴിവില്ലായ്മയാണെന്ത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. ആ ഇനേർഷ്യയായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു എന്ത്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് അല്ലേ, ആ ഇനേർഷ്യയായിട്ട് ബന്ധപ്പെട്ടതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം സ്ട്രേറ്റ് ലൈൻ മോഷൻ അൺലെസ് കമ്പൽഡ് ബൈ എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. നെക്സ്റ്റ് എന്താണ്? മൊമെന്റം പഠിച്ചു. ആ മൊമെന്റമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ആര്? നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി ഇത്രയും കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുമായിരിക്കും. പറയാനുള്ളൊരു കാര്യം, പഠിച്ചു തുടങ്ങുക. അതന്നെ, പഠിച്ചു തുടങ്ങുക. എക്സാം ഒന്നും ഉണ്ടാവില്ല വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കരുത്. ഓക്കെ, എക്സാം ഉണ്ടാവാം. ഓക്കെ, സ്കൂളിൽ അറ്റ്ലീസ്റ്റ് സ്കൂളിൽ മിസ്മാരെങ്കിലും എന്താണ് നിങ്ങൾക്ക് എക്സാം നടത്തും. സോ നമുക്ക് ഏത് എക്സാം ആയിക്കോട്ടെ, ഓണായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, നമുക്ക് ഹൈ സ്കോർ തന്നെ വാങ്ങണം. ഓക്കെ, പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരും കാത്തു നിൽക്കരുത്. സോ ഹൈ സ്കോർ തന്നെ വാങ്ങാം. നമ്മൾ എന്താണ് പഠിച്ചു തുടങ്ങുക തന്നെ. ഓക്കെ, സോ ബൈ.